നമസ്തേ, എല്ലാവർക്കും ദേവി കൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ചെറുപയർ വെച്ചിട്ട് സുഗിയനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്തേ, എല്ലാവർക്കും ദേവി കൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറുപയർ കൊണ്ട് ഒരു സുഗിയനാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ കുക്കറിൽ ചെറുപയർ ഒരു ഗ്ലാസ് ചെറുപയർ എടുത്ത് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുപയറിന് ഒരു 3 വിസിലടിച്ചപ്പോഴും ഇത് കുക്കായി കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇത് കുക്കായിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുക്കായി കറക്റ്റായിട്ട് വെള്ളമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിൽ ചെയ്യുന്നത്, ഇത് നമ്മൾ ഒന്ന് ശർക്കരയിൽ ഒന്ന് ശർക്കരയിലൊന്ന് പാവിൽ ഇട്ടെടുക്കണം. അപ്പം അതിന് ഞാൻ ചെയ്യുന്നത്, ഇപ്പം തൽക്കാലം ഇതിപ്പോൾ നമ്മൾ കുക്കറിൽ തന്നെ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ശർക്കര പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ഞാൻ ഇതിലേക്ക് കുറച്ച് ശർക്കര പൊടി ഇടുകയാണ്. മധുരം നിങ്ങളുടെ അനുസരിച്ചിട്ട് ഇടണം. അപ്പോൾ ശർക്കര പൊടി ഇടുമ്പോൾ ഒരു 3-4-5-6 സ്പൂണെങ്കിലും ഇടണം, എന്നാൽ ഇതിന് ഒരു മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ശർക്കര പൊടി ഇട്ടു. എന്നിട്ട് ഞാനൊന്ന് ഗ്യാസ് ഓൺ ചെയ്യണേ. ഗ്യാസ് ഓൺ ചെയ്തു കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വേറെ പാവ് നമ്മൾ കാച്ചണ്ട. ആ കുക്കറിൽ തന്നെ കറക്റ്റ് വെള്ളം ഉണ്ടെങ്കിൽ ഇതൊന്ന് ഉരുകി കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ ബുദ്ധിമുട്ടണ്ട പിന്നെ പാവ് കാച്ചിട്ട് കേട്ടോ. അതാണ് ഞാൻ നിങ്ങളെ കാണിക്കണേ. ആ കുക്കറിൽ തന്നെ ഞാനിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. കറക്റ്റായി. അപ്പോൾ നമ്മളിനി പാവ് കാച്ചി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഒരു എളുപ്പപ്പണിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് ശർക്കര അതിക്കിടന്ന് ഒരു പാവ് രൂപത്തിലായി. അപ്പം ഞാൻ ഏലക്ക ഒരു 2-3 എണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല, മിസ്സായി. ഓക്കെ, ഇങ്ങനെ ഈ ഏലക്കായ ഇങ്ങനെ വെറുതെ പൊട്ടിച്ചിട്ട് അതിലേക്ക് വെറുതെ ഇടുക ചെയ്ത് കേട്ടോ. അങ്ങനെ ഒരു 4-5 ഏലക്കായ ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ടു. പിന്നെ ഞാൻ കുറച്ച് നെയ്യ് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ആ നെയ്യിൻ്റെ മണമൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ടേ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കാണിച്ചല്ലോ നിങ്ങളെ, ശർക്കര ഞാൻ ഉരുക്കിയില്ല. അതിന് പകരം ഞാൻ ഒന്ന് ചൂടാക്കി എടുത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ല പരുവത്തിനായി എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യണം, ഇത് പാവ് കാച്ചിട്ടൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ചിലപ്പോൾ ഒരു പാവിൻ്റെ ക്വാണ്ടിറ്റി വ്യത്യാസം വന്നാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഇനി ഞാൻ ചെയ്തിരിക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. അടുത്തത് ഞാൻ ഒരു ഗ്ലാസ് മൈദ എടുത്തു, ഒരു 1/4 ഗ്ലാസ് അരിപ്പൊടിയും എടുത്ത് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് ഞാനിത് ഇങ്ങനെ നമ്മുടെ ദോശമാവിനേലും കുറച്ചുകൂടി കട്ടിയിൽ ഒന്ന് ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇനി ഞാൻ ചെയ്യുന്നത്, എന്നിട്ട് ഞാൻ ഇവിടെ കടായി വെച്ചിട്ടുണ്ട്. ആ കടായിലേക്ക് കുറച്ച് ഇത് ഫ്രൈ ചെയ്യാനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. അപ്പം അതൊഴിച്ചു. എന്നിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്യാണ്. അപ്പം ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇത് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് മൈദമാവിൽ മുക്കിയിട്ട് ഇത് ഫ്രൈ ചെയ്യണം. അതാണ് ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം ഞാനിതൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഞാൻ ഈ ഒരു ഗ്ലാസ് ചെറുപയർ കൊണ്ട് ഞാൻ ഒരു 10-12 ബോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ ചെയ്യുന്നത്, ഈ വെളിച്ചെണ്ണ ചൂടാവുമ്പോഴേക്കും നമ്മളിത് ഈ ചെറുപയറിന്റെ ഈ ബോള് നമ്മൾ ഈ മൈദയും അരിപ്പൊടിയും കൂടിയുള്ള മാവില്ലേ അതിൽ മുക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ പണി. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അതല്ലെങ്കിൽ എല്ലാവരും ഇത് ശർക്കര പാവ് കാച്ചി അങ്ങനെയൊക്കെ ഉണ്ടാക്കണം. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ മൈദയിൽ മുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിലിടുന്നു. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ മൈദ ആ മാവിൽ മുക്കിയിടുകയാണ് കേട്ടോ. അപ്പോൾ ഇത് തിരിച്ചു മറിച്ചിട്ട് ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ ഇത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. അതല്ലെങ്കിൽ ഇത് വളരെ ഈസി മെത്തേഡാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമൻസിൽ എഴുതണം കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ദാ ഇങ്ങനെ ഇപ്പൊ ഇത്രയും ഇട്ടു ഞാൻ കേട്ടോ. ഇനി ഞാൻ ഇതൊന്ന് തിരിച്ചു മറിച്ചു വിടണം, കാരണം രണ്ട് സൈഡും നമുക്ക് കുക്കാവണ്ടേ. അപ്പൊ ഇതൊന്ന് നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതാ ഇപ്പൊ ഒരു സൈഡ് ആയി കാണും, മറ്റേ സൈഡിലേക്ക് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കല്ല. കണ്ടോ, നല്ല അടിപൊളി സുഖിയനായിട്ട് വരും. എന്തെങ്കിലും ഒരു വേറൊരു ഇതും കൂടി വേണ്ടി വരും നമുക്ക് തിരിച്ചിടാനേ. അപ്പൊ ഞാനൊരു ഫോർക്ക് എടുക്കുകയാണേ, അതാവുമ്പോ കുറച്ചും കൂടി എളുപ്പമാണ് തിരിച്ചിടാൻ. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ ഒരു സുഖിയൻ. അല്ലെങ്കിൽ ചിലവരിത് സുഖിയൻ എന്നല്ല കേട്ടോ പറയുക, ഇതിന് മോദകം എന്നും പറയും. രണ്ടും ഒന്ന് തന്നെയാണ്. ഞങ്ങൾ തൃശ്ശൂർക്കാർ ഇതിന് സുഖിയൻ എന്നാണ് കേട്ടോ പറയുക. അപ്പൊ എനിക്ക് ഈ ടെക്നിക്ക് പറഞ്ഞു തന്നത് എന്റെ സിസ്റ്ററാണ്. ചേച്ചിയാണ് പറഞ്ഞത് ഇങ്ങനെ പാവ് കാച്ചണ്ട, നമ്മൾ ശർക്കരപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാന്ന് കേട്ടോ. അപ്പൊ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാന്ന്. മറ്റേത് ഞാൻ ചെയ്യാറ് ശർക്കര പാവ് കാച്ചി അത് നൂൽപ്പരിവാവുമ്പോ ചെറുപയറിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ആദ്യം നമ്മളിപ്പോ ഞാനിവിടെ ഓൾറെഡി ഇതാ ഒരു സ്ട്രെയിനറിൽ ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം നമ്മൾ ഇട്ടില്ലേ അത് ആയിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഇതിലേക്ക് എടുത്തിടുകയാണ് കേട്ടോ. അതൊന്നും കൂടി ആവട്ടെ ഒരു സൈഡും കൂടി, എന്നിട്ട് തിരിച്ചിടാം. ഓക്കെ, അപ്പോൾ ഒരെണ്ണം എടുത്തിട്ടു. കണ്ടില്ലേ, സുഖിയനായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഓരോന്നാവും തോറും നമുക്ക് എടുത്തിടാം കേട്ടോ. രണ്ട് സൈഡും ഒക്കെ മറച്ചിട്ട് സൈഡിലായിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാനാക്കിയിട്ട് നമുക്ക് ഇത് തിരിച്ചിടാം. ഓക്കെ, അപ്പോൾ ഇതും ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ എല്ലാം ഓരോന്നോരോന്ന് എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അടുത്തത് ഇടാം. ഇതങ്ങനെ വെളിച്ചെണ്ണയൊന്നും അധികം കുടിക്കില്ല കേട്ടോ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. മെയിനായിട്ട് ഇത് പൂജയ്ക്കൊക്കെയാണ് ഉണ്ടാക്കുക. നമ്മുടെ ഇപ്പോൾ ബുക്ക് നവരാത്രി ദിവസങ്ങളിലൊക്കെയാണ് ഇത് കൂടുതൽ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതും എടുത്തു. അപ്പം ഞാനൊരു 6 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി ഒരു 6-7 എണ്ണം കൂടി ഉണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ പോകാൻ വേണ്ടി നമ്മൾ ഇതിലിട്ടിട്ടൊന്ന് ആക്കിയിട്ട് ഓക്കെ. ഇനിയിപ്പോൾ അടുത്തത് നമുക്കിടാം കേട്ടോ. അപ്പം ഇതിൻ്റെ പൊടിയൊക്കെ ഒന്ന് മാറ്റിക്കോട്ടെ. കണ്ടില്ലേ, എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഈ ഒരു മെത്തേഡിലാണെങ്കിൽ. അല്ലെങ്കിൽ ശർക്കരയൊക്കെ ഉരുക്കി കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ അടുത്ത ഉരുള എടുത്തു. അതായത് ഉരുള മീൻസ് ആ ചെറുപയറിൻ്റെ ആ ബോള് ചെറിയ ഉരുട്ടി വെച്ചേക്കണത്. ഇതാ ഇനി എനിക്ക് ഇത്രയും കൂടി ഉണ്ട് കേട്ടോ. അതെടുത്തു. മൈദമാവും അരിപ്പൊടി. മൈദമാവ് എന്ന് പറയുന്നത്, മൈദ എന്ന് പറയുന്നത് 1 ഗ്ലാസ് എടുത്തു. പിന്നെ അരിപ്പൊടി എന്ന് പറയുന്നത് 1/4 ഗ്ലാസ് എടുത്തു. പിന്നെ അതിൽ കുറച്ച് ഒരു നുള്ള് ആ കളറ് കിട്ടാൻ, മഞ്ഞ കളർ വരാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടു. അത്രയും ഒരു പിഞ്ച് ഉപ്പ് ഇട്ടു. ഇത്രയേ ഉള്ളൂ. ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. ഒന്ന് വൈകുന്നേരത്തെ സ്നാക്സ് ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്, മോനും ഹസ്ബൻഡിനും നല്ല ഇഷ്ടമാണ് ഈ സുഖിയൻ. അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ അങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഇതും കൂടി നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ഞാൻ നിങ്ങളെ ഇനി കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ അടുത്ത ട്രിപ്പും ആയി കേട്ടോ. അപ്പം നമുക്കതും കൂടി എടുക്കാം.
ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ഇടാണ്ടും ഉണ്ടാക്കാം. മഞ്ഞൾപ്പൊടി ആകുമ്പോൾ നമുക്കൊരു യെല്ലോ ഇഷ് കളർ കിട്ടും, അപ്പോൾ ഒരു ഭംഗിയല്ലേ കാണാൻ. അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നത് കേട്ടോ. ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആവട്ടെ. ആ മഞ്ഞ കളറൊക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവട്ടെ. അപ്പം നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണ ഒരു പലഹാരമാണ് കേട്ടോ. ചെറുപയർ നല്ലതുമാണല്ലോ ശരീരത്തിന്. അപ്പം ശർക്കരയൊക്കെ നിങ്ങളുടെ അനുസരിച്ചിട്ടാണോ. ഞാനിപ്പോൾ ഇവിടെ ഒരുവിധം നേരത്തെ ഉണ്ടാക്കിയത് ഇപ്പം ഇതും കൂടി ഞാൻ എടുത്തിടുകയാണ് കേട്ടോ. ഒന്ന് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒന്നും കൂടിയും ഫ്രൈ ആവും. കരിയരുത് കേട്ടോ. ഞാനിവിടെ കുറച്ചാണ് വെച്ചേക്കണേ ഗ്യാസ്. അപ്പം നമുക്ക് ഇനി എടുക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ചെറുപയർ സുഖിയൻ അല്ലെങ്കിൽ മോദകം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണേ.